തീർച്ചയായിട്ടും ആ വെള്ളാർമലയിലെ ഈ ഒരൊറ്റ കാഴ്ച മതി എത്രത്തോളം ഭീകരമായിരുന്നു ആ ഉരുൾപൊട്ടൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആ വലിയ കുറേ മരങ്ങൾ എത്രയോ അടിപ്പൊക്കത്തിൽ അവിടെ വന്നിങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ്. മരക്കഷണങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ എത്ര വേഗതയിലായിരിക്കും, എത്ര ഭീകരമായിരിക്കും ആ ഒഴുക്ക് അവിടെ അങ്ങോട്ടേക്ക് എത്തിയത്. ഇത് അവസാന ഭാഗമാണ് എന്ന് പറയുമ്പോൾ അവിടെ ആയിരിക്കും ഏറ്റവും അധികം അവശിഷ്ടങ്ങൾ അടിഞ്ഞിട്ടുണ്ടാവുക. മരം തന്നെ ചിന്നിച്ചിതറിക്കിടക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എവിടെയൊക്കെയോ കല്ലിലും വലിയ പാറയിലുമൊക്കെ തട്ടി മൊത്തമായി ഒഴുകി വന്ന അതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. അത്രത്തോളം ഭീകരത അതിനുണ്ടായിരുന്നുവെന്നും ആഴം ആ ഉരുൾപൊട്ടലിനുണ്ടായിരുന്നുവെന്നും മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിയുന്നത്. അല്ലേ അനു? തീർച്ചയായും അശ്വതി, നമ്മളൊക്കെ ഒരിക്കലും സങ്കല്പിക്കുന്നതിനേക്കാൾ വലിയ ഭീകരതയാണ് ഈ ഒരു ഉരുൾപൊട്ടലിലൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ വായിച്ച് അറിഞ്ഞതും പത്രത്തിൽ വായിച്ചതും അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് വായിച്ചതും പഠിച്ചതൊന്നും അല്ല ഈ ഉരുൾപൊട്ടലിന്റെ ഒരു ആഴവും വ്യാപ്തിയും ഒക്കെ. ഒരു മേഖല ഒന്നാകെ നമ്മൾ ഇല്ലാതായ കാഴ്ചയാണ് കാണുന്നത്. അതിനേക്കാൾ ഭീകരമാണ് അതിന്റെ അതിജീവനത്തിന്റെ, അതിന്റെ തുടർച്ചയുള്ള കാഴ്ചകൾ. ഇപ്പോൾ ഇതൊക്കെ ജനവാസ മേഖലയാണ്. അവിടെയാണ് ഈ ഒരു മലമുകളിൽ നിന്നും വന്ന ഈ മരങ്ങളൊക്കെ കാട്ടിനുള്ളിലെ മരങ്ങളാണ്. ആ മരങ്ങളൊക്കെ ഇത്രമാത്രം ഫോഴ്സിൽ, ഇത്രമാത്രം ശക്തിയോടെ ആ പാറക്കെട്ടുകൾക്കൊപ്പം വെള്ളം പുറത്തേക്ക് ചീറ്റിത്തെറിച്ചപ്പോൾ മിന്നൽ വേഗത്തിലാണ് താഴേക്ക് എത്തിയിരിക്കുക. മുമ്പ് അതിന് പോയ വഴി ഒന്നും തന്നെ ബാക്കിയില്ലാത്ത അവസ്ഥ, ഒന്നും തന്നെ ബാക്കിയുണ്ടാകാത്ത, എല്ലാം തുടച്ചു നീക്കുന്ന തരത്തിലൊരു പ്രളയം ഒന്നും അല്ല ഇവിടെ നടന്നത്. പ്രളയം ആണെങ്കിൽ നമുക്ക് വെള്ളം കയറുന്നതിനനുസരിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ കഴിയും. ഇത് പ്രളയത്തെ പോലെയല്ല. ഇത് മിന്നൽ വേഗത്തിൽ വന്ന് കല്ലും മണ്ണും വെള്ളവും ഈ മരത്തടികളൊക്കെ അടിച്ചു തെറിപ്പിക്കുകയാണ് ഒരു പ്രദേശത്ത് നിന്നാകെ. അവിടെ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല, അത് അസാധ്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ദിവസത്തെ കാഴ്ചകളൊക്കെ തന്നെ. ഇന്നത്തെ ഈ നേരത്തെ മനാഫ് പറഞ്ഞതുപോലെ ഈ പുഴ ഈ ഒരു മേഖല കഴിഞ്ഞാൽ പിന്നെ കാട്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഇത്രയും മൃതദേഹങ്ങൾ കിട്ടിയെങ്കിൽ ഇനി കണ്ടെത്താനുള്ള ആളുകൾ അവർ എവിടെയൊക്കെ ആകുമെന്ന് ഒരിക്കലും പറയാൻ കഴിയുകയില്ല. ചാലിയാറിൽ നിന്ന് ഇതുവരെ 150-ലേറെ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചാലിയാറ് പോത്തുകല്ല് ഭാഗത്ത് എത്തുന്നതിന് മുൻപ് കിലോമീറ്ററോളം ദൂരം മനുഷ്യവാസമില്ലാത്ത കാടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു ഇടങ്ങളിൽ കയറി ചെന്ന് പരിശോധിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. മാത്രമല്ല അവിടേക്ക് ഇത്തരം യന്ത്രസാമഗ്രികളൊന്നും തന്നെ കൊണ്ടുപോകാൻ കഴിയുന്ന അവസ്ഥയുമായിരിക്കില്ല, അതിനുള്ള വഴിയും ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ തെരച്ചിൽ ദൌത്യത്തിൽ ഏറ്റവും നിർണായകമായത് ചാലിയാറിലെ ആ ഒരു പരിശോധന തന്നെയാണ്. അത് എത്രമാത്രം മേഖലകളിലേക്ക് രക്ഷാ ദൌത്യം കടന്നു ചെല്ലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇതുവരെ കണ്ടെത്തിയതിനേക്കാൾ ഭീകരമായ കാഴ്ചകളും അല്ലെങ്കിൽ സാഹചര്യങ്ങളും ഒക്കെ ഈ ഒരു തെരച്ചിലിൽ ഇന്നുണ്ടാകും എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് ഉള്ളത്. ഇന്നിപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം ഇതുവരെ നടന്ന തെരച്ചിലിൽ ഏറ്റവും അധികം മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഒരു ഇടം കൂടിയാണ്. അപ്പോൾ ഈ ഒരു കഷ്ണങ്ങൾക്ക്, ഈ വലിയ മരങ്ങൾക്കിടയിൽ, മരത്തടികൾക്കിടയിലൊക്കെ ആരെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുഴ ആദ്യം വന്ന് അടിച്ചു കയറിയത് ഈ ഒരു മേഖലയിൽ, അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതകൾ വളരെ ഏറെയുണ്ട്. ഇപ്പോൾ പുഴയുടെ വിവിധ വശങ്ങളിലേക്ക്, ഓരങ്ങളിലേക്ക് രക്ഷാ ദൌത്യവുമായി, തെരച്ചിൽ ദൌത്യവുമായി പ്രവർത്തകർ, വിവിധ NDRFന്റെയും സേനയുടെയും സന്നദ്ധ രക്ഷാ പ്രവർത്തകരൊക്കെ വന്ന് കയറുന്നതിന്റെ കാഴ്ച കൂടി നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ഊർജിതമായ, വ്യാപകമായ, വിസ്തൃതമായ തെരച്ചിലാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്.